ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 2 റെസിപ്പീസാണ് കേട്ടോ. ഒന്ന് ഗ്രീൻ ചില്ലി ചിക്കനും പിന്നെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുത്തിട്ടേക്കുന്ന ബഗാര റൈസോ അല്ലെങ്കിൽ ഗീ റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗീ റൈസ്. ഇതിനു മുമ്പ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടി ഒന്ന് കോംബോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ അരപ്പ് റെഡിയാക്കി വെക്കണേ. ചെറിയൊരു ജാറിലേക്ക് കൈപ്പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളകിന് എണ്ണം കൂട്ടാവുന്നേ ഉള്ളൂ. ഞാനിവിടെ 5 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രീമി ആയിട്ട് കിട്ടും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകവും പിന്നെ കേർഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര്, പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ, പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്. പിന്നെ ഇതൊന്ന് അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അതോ വെള്ളം വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നാൽ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ കളർ മാറും. അതേപോലെ നമുക്ക് ഈ അരപ്പിൻ്റെ കളർ നല്ല ഗ്രീനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ തണ്ട് യൂസ് ചെയ്യാതിരിക്കുക, ഇല മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നല്ല ഗ്രീനായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇനി ഈ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോയ്ക്ക് കുറച്ച് കൂടുതലായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അധികമൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മതിയാവേ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് പുറത്ത് മാറ്റി വെക്കാം. അതല്ല നിങ്ങൾക്ക് നേരത്തെ ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്ത് വെക്കാം കേട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെക്കുകയാണെങ്കിൽ നല്ലത്, പക്ഷെ വെക്കാൻ തീരെ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ പറ്റും. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കൻ അത്യാവശ്യം ഒന്ന് മസാലയൊക്കെ ഒന്ന് കോട്ടാക്കി ഇട്ടിക്കോളും. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് നോർമൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം മാറി ബ്രൗൺ കളറായി വരണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ കളറൊക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്. ഇതിലും ബ്രൗൺ കളർ ആക്കിയിട്ട് നമ്മൾ ഈ കറി ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ, ഇപ്പോൾ ഇത്രയും ബ്രൗൺ ആയല്ലോ, ഇത് മതിയാവും. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഒട്ടും വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഉള്ളിയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും ഈ സമയത്ത് ചേർക്കരുത്. അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ചിക്കൻ ചേർത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജാറൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനിൽ അത്യാവശ്യം ഗ്രേവി ആയിട്ട് ഈ ഒരു കറി ഗ്രേവി ആയിട്ട് വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും കളറൊക്കെ മാറും, കുറച്ച് ഡിമ്മായി വരും കേട്ടോ. ഗ്രീൻ കളർ അധികം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ ഒരു കളർ അങ്ങനെ തന്നെ ഉണ്ടാവുമേ. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. നമ്മളിപ്പം കുക്കറിലല്ലല്ലോ അടുപ്പിച്ചെടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളവും ഈ കറിയുടെ വെള്ളവും എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചിക്കൻ ഇങ്ങനെ വെന്ത് തുടങ്ങിയെന്ന്. അത് കഴിഞ്ഞിട്ടും ഇനിയും വഴറ്റണം, ഇനിയും ഒന്ന് വറ്റിച്ചെടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ കളറായിട്ടൊക്കെ വരും. ഇതുപോലെ ആയി വരും. എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്, ചാറോട് കൂടിയല്ല, ഈ ഒരു പരുവത്തോടു കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം തിക്കായി മാറിയെന്ന് തോന്നിയ സമയത്ത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് ഓപ്ഷനിലാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ ചെറിയൊരു പാൻ ചൂടാക്കി എന്നിട്ട് പച്ചമുളക് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഗ്രീൻ ചില്ലിയുടെ മണം ഇങ്ങനെ എടുത്ത് കാണും. അതായത് കറിയിൽ
ആ ഒരു സ്മെല്ലിങ്ങനെ എടുത്തു വരും കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഈവൻ കഴിക്കുമ്പോൾ പോലും ആ ഒരു പച്ചമുളക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗ്രീൻ ചില്ലി ചിക്കൻ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കൂടെ ചപ്പാത്തി അതെല്ലാം അടിപൊളി കോംബോ ആണ്. ചപ്പാത്തി, നാൻ എല്ലാം കോംബോ അടിപൊളിയാണ്. പക്ഷെ നമുക്കൊരു റൈസ് ഐറ്റം കഴിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ ഗീ റൈസോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫാൻസി ആയിട്ട് ഇങ്ങനത്തെ ഒരു ഗീ റൈസും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ആ നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഹോൾ സ്പൈസസ്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ഉണ്ടോ എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് മസാല ഉണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഷാജീരാണ് കേട്ടോ. നല്ല ജീരകമല്ല, ഷാജീരാണ്. അതായത് ബിരിയാണിക്ക് ചേർക്കുന്ന ആ ഒരു ജീരകമില്ലേ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നോർമലായിട്ട് നമ്മൾ എപ്പോഴും ചേർക്കുന്ന ഐറ്റംസാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉള്ളി, വലിയ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഉള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഗീ റൈസ് അല്ല എക്സാക്ട്ലി. ഇതിന് ആന്ധ്രാപ്രദേശിലൊക്കെ, അതായത് ആന്ധ്രയിലൊക്കെ ബഗാര റൈസ് എന്ന് പറയും. ശരിക്കും അവരുടെയൊക്കെ ഒരു വെഡ്ഡിങ്ങിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റൈസ് ഐറ്റം കൂടിയാണിത്. നമ്മുടെ നാട്ടിലെങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു ഈസി വേർഷൻ തന്നെയാണിത്. ആൻഡ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ഗീ റൈസിൻ്റെയൊക്കെ ഒരു അതേപോലെയൊക്കെ തന്നെ സിമിലാരിറ്റീസ് ഉള്ളതാണ്. ജസ്റ്റ് ദാറ്റ് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നതെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ പച്ചമുളക് ആഡ് ചെയ്യും. ഗീ റൈസിൽ എല്ലായിടത്തും പച്ചമുളക് അങ്ങനെ ആഡ് ചെയ്യാറില്ല, ഇവിടെ അത് ആഡ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. സോ പച്ചമുളകും കുറച്ച് കരിവേപ്പിലയൊക്കെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ഉള്ളിയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരുപാടൊന്നും ചേർക്കരുത്. അതേപോലെ നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇപ്പം പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. പുളി ഉള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മല്ലിയില എത്ര ചേർക്കുന്നോ അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ പുതിനയില ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കൈപ്പിടിയോളം മല്ലിയിലയും അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ പുതിനയിലയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ആ 2 ഇലകൾ നമ്മൾ ചേർത്തേക്കുന്ന ഇലകളൊക്കെ ഒന്ന് വാടി വരുമ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം ഡബിളായിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഞാൻ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല റൈസ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുന്നതും അതിൻ്റെ ടെക്സ്ചറൊക്കെ പെർഫെക്റ്റ് ആക്കുന്നത് ബസ്മതി റൈസ് വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ വെള്ളം നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റ് വരെ ബസ്മതി റൈസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ ഒരു റൈസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ബസ്മതി റൈസ് വേണമെന്നില്ല, നോർമൽ ബസ്മതി റൈസ് ആയാലും മതി. അതായത് നമ്മൾ ചോറുണ്ടാക്കുന്ന റൈസില്ലേ അതായാലും മതിയാവും. അപ്പോൾ ബസ്മതി റൈസും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ആ ഒരു മസാലയും അതേപോലെ എല്ലാം ഒരേപോലെ ഈക്വലായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ റൈസ് റെഡിയായി കിട്ടും. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇത്. ഏതിൻ്റെ കൂടെയും കഴിക്കാം, വെറുതെയും കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. എന്തൊരു സ്പൈസി കറി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. സോ ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. 2 ഈസി അല്ലായിരുന്നോ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.